Watch full episodes on Geo Hotstar. ഇൻസ്പെക്ടർ ചിങ്കം, ഇത്രയ്ക്കേ ഉള്ളോ നിങ്ങളുടെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്? ഞങ്ങളുടെ ഇൻവിസിബിൾ പ്ലെയിനിനെ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമായിരുന്നു. നിങ്ങളുടെ മാത്രം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇവിടെ കൈയും കെട്ടി ഇരുന്നപ്പോ അവർ വന്ന് നമ്മുടെ പ്ലെയിൻ എടുത്തുകൊണ്ട് പോയി. കണ്ടില്ലേ നിങ്ങൾ? ആ പ്ലെയിൻ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജോലി തന്നെ ഇല്ലാതാക്കും. എന്നിട്ട് നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ നിങ്ങൾ ഒന്നും പറയാത്തത്? എന്തെങ്കിലും പറയൂ. എവിടെ പോയി? ഇവിടുന്ന് പേടിച്ചോടിയതാണോ? എയർ മാർഷൽ സാറേ, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ. ഞങ്ങൾ പ്ലെയിനിനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നേക്കാം. ഇത് ഞങ്ങളുടെ ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ഞങ്ങൾ അതിനൊരു കളങ്കം വരുത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. ഉറപ്പാ? അതെ സാർ, ഞങ്ങൾ വാക്ക് തരുന്നു. ഓക്കെ മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേര് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആ ചിങ്കമിനോട് പറഞ്ഞേക്ക്, ഒളിച്ചിരുന്നത് കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ലെന്ന്. തീർച്ചയായും ഞാൻ അവന്റെ ജോലി ഇല്ലാതാക്കുമെന്ന്. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം മോട്ടപ്പത്തലോ, അല്ലെങ്കിൽ തൊപ്പി തെറിക്കും. അവന്മാരെന്നെ പിടിച്ച് ജയിലിനകത്തിടും. ചിങ്കം സർ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ ആ പ്ലെയിന് കണ്ടുപിടിച്ചിരിക്കും. അതെ ചിങ്കം സാറേ, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ മുഴുവൻ ഫുർഫുറി നഗറിന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാ. നമ്മൾ ഒരുമിച്ച് പോയി പ്ലെയിൻ എവിടെ തന്നെ ആയിരുന്നാലും അതിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. പാതാളത്തിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും ഞങ്ങൾ ആ പ്ലെയിൻ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ഇത് മോട്ടുവിന്റെ വാക്കാണ്. താങ്ക് യു മോട്ടുപത്തലോ, താങ്ക് യു. എന്റെ രോഗികളാണ് സത്യം. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് ചങ്കുകളെ. എല്ലാ പ്ലെയിനും പറക്കുമ്പോ അതിന്റെ പുറകിൽ പുക വരും. ഹീറ്റിന്റെ സ്മോക്കിന്റെ ട്രേസ് വിട്ടിട്ടായിരിക്കും അത് പോകുന്നത്. എനിക്ക് എന്റെ ഹീറ്റ് ആൻഡ് സ്മോക്ക് ഗാഡ്ജറ്റ് കൊണ്ട് ആ പ്ലെയിനിനെ ട്രേസ് ചെയ്യാൻ സാധിക്കും ചങ്കുകളെ. പൊളിച്ചേ! ഇനി എന്തിനാ വലിയേട്ടൻ താമസിപ്പിക്കുന്നത്? വേഗം വരൂ. നമ്മുടെ പ്ലെയിന് തട്ടിക്കൊണ്ടുപോയവന്റെ കഷ്ടകാലം ദേ തുടങ്ങിയിരിക്കുന്നു. എന്താ ചെയ്തത്? അദ്ദേഹം തീയുടെയും ഐസിന്റെയും ഒരു സംഗമം തയ്യാറാക്കുകയാണ്. നീ പുതിയതാണ്, അതുകൊണ്ട് തന്നെ അറിയില്ല. ഈ അങ്കാരായുടെ ദേഹത്ത് ഒരു അഗ്നിജ്വാല തന്നെ ഉണ്ട്. പിന്നെ കോപം വരുമ്പോ അദ്ദേഹത്തിന്റെ ശരീരം വളരെ ചൂടാവും. ഇരുമ്പിനെ തൊട്ടാലും ഉരുകിപ്പോകുന്നത്രയും ചൂട്. ടോമി സിംഗ്, അങ്കാരോട് പറഞ്ഞേക്ക ഇൻവിസിബിൾ പ്ലെയിൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഗോല ബാരൂദ്, നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ? ടോമി, അങ്കാര ബോസ്, ഇൻവിസിബിൾ പ്ലെയിൻ വന്നിട്ടുണ്ട് ബോസ്. എനിക്ക് സന്തോഷമായി.
വളരെ സന്തോഷമായി. ബോസ്, അവസാനമായി ഇൻവിസിബിൾ പ്ലെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഈ ലോകം തന്നെ അടക്കി വാഴും. നമ്മളോ? അതെ ബോസ്, നമ്മൾ. വീണ്ടും നമ്മളെന്നോ? എന്നെ ഇതിൽ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത്. അത് നിനക്ക് താങ്ങാനാവില്ല. ഈ കാര്യത്തിൽ നമ്മളല്ല ഞാൻ. ചൂടാകല്ലേ ബോസ്, ചൂടാകല്ലേ. ശാന്തമാകൂ ബോസ്. തീയുടെയും ഐസിന്റെയും സംഗമം നിങ്ങളിൽ പ്രതിഫലിക്കട്ടെ ബോസ്. ഓക്കെ ബോസ്, തെറ്റുപറ്റിപ്പോയി. നമ്മളല്ല, ഞാൻ മാത്രം. താൻ എന്താ പറഞ്ഞത്? താൻ ഈ ലോകത്തിനെ ഭരിക്കുമെന്നോ? ബോസ്, ഒന്നും മനസ്സിലാവണില്ല. എന്താ ചെയ്യേണ്ടതെന്ന്? എന്താ ചെയ്യാ? നമ്മളൊന്നും പറയാൻ പാടില്ല, ഞാനൊന്നും പറയാൻ പാടില്ല. ഹാ, മനസ്സിലായി. നിങ്ങളായിരിക്കും ഭൂമി മുഴുവൻ അടക്കി വാഴുന്നത്. ഇപ്പൊ ശരിയല്ലേ ബാസ്? Better. ഗോല ബാരൂദ്, ഐസ് സ്റ്റിക്ക് എടുത്തോണ്ട് വാ. എന്നാ ബോസ് അങ്ങ് ആവശ്യപ്പെട്ടത്? ഇനി ഞാൻ ഇൻവിസിബിൾ പ്ലെയിനുകളുടെ ഒരു പട്ടാളം തന്നെ ഉണ്ടാക്കാൻ പോവാ. എന്നിട്ട് വേണം എനിക്ക് ഈ ലോകം ഭരിക്കാൻ. ചുവന്ന ഗോളം, ചുവന്ന ഗോളം, ചുവന്ന ഗോളം. എല്ലാവരും മാറി നിൽക്കങ്ങോട്ട്. മാറാൻ. പേടിക്കണ്ട. ചുവന്ന ഗോളമൊന്നും അല്ല ഇത്. ഇതിന് തീ എന്നാ പറയുന്നത്. ഇതിനെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഒരപകടം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ കുട്ടികളെ, വിശക്കുന്നുണ്ടോ? എടുത്ത് കഴിച്ചോ. മക്കളെ, അത് കഴിക്കരുത്. മക്കളെ നിക്ക്, അത് ചുട്ടമീനാണ്, കഴിക്കരുത്. തിരിച്ചു വരൂ. എനിക്ക് വേണം. കഴിച്ചോ. ഇത്രയും രുചിയുള്ള മത്സ്യം ഇതുവരെ കഴിച്ചിട്ടില്ല. ചുവന്ന ഗോളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനവുമുണ്ട്. പക്ഷെ എനിക്കിതിനെ പേടിയാ. പക്ഷെ നിങ്ങൾ എന്തിനാ തീനെ പേടിച്ചത്? കുറച്ചുനാൾ മുമ്പുള്ള കാര്യമാണ്. ഒരു ദിവസം ഞാനും എന്റെ 3 മക്കളും സക്കീറ, ഇപ്പോൾ അവരെ നീ കണ്ടില്ലേ, സാബുവും തോബുവും ഒരുമിച്ച് പോകുകയായിരുന്നു. അവരെന്റെ
എന്റെ സാബുവിനെയും തോബുവിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഇത് കണ്ടോ, എന്റെ കയ്യിലെ പാടുകൾ കണ്ടോ, തീപ്പൊള്ളിയതിന്റെ. ഈ കാരണം കൊണ്ടാണ് എന്റെ മകൻ സക്കീറ അപരിചിതരാരെയെങ്കിലും കണ്ടുമുട്ടിയാൽ കോപം കൊണ്ട് അവന് പിടിച്ചു നിർത്താനാവില്ല. ഇതുവരെ സാബുവിന്റെയും തോബുവിന്റെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംഭവിച്ചത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ മക്കളെ അങ്കാരയുടെ ഗാങ്ങിൽ നിന്നും തീർച്ചയായിട്ടും ഞങ്ങൾ രക്ഷിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാരും ഈ മീൻ കഴിപ്പിച്ച് എന്നിട്ട് നല്ല നല്ല വർത്താനങ്ങൾ പറഞ്ഞ് എന്റെ അച്ഛനെ വിഡ്ഢിയാക്കാൻ കഴിഞ്ഞേക്കാം. എന്നെ അല്ല. നാളെ രാവിലെ മാച്ച് കളിക്കാം. എന്നിട്ട് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങളെ ഇവിടുന്ന് സ്വതന്ത്രമാക്കുള്ളൂ. സക്കീറ, ശാന്തനാകൂ. കോപം വളരെ നിയന്ത്രിക്കാൻ നീ പഠിക്കണം. കോപം സ്വയം നശിപ്പിക്കും, അഗ്നി എല്ലാവരെയും നശിപ്പിക്കും. നാളെ രാവിലെ തീർച്ചയായും മാച്ച് ഉണ്ടാകും. പൊളിച്ചെടുത്തല്ലോ. നമ്മളെന്തിനാ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കുന്നത്? ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. എന്തെങ്കിലും ചെയ്യേ. കണ്ടില്ലേ, അവരുടെ ഭക്ഷണമല്ലേ നമ്മൾ അന്ന് മോഷ്ടിച്ചത്. ചെല്ല്, അവരോട് വന്ന് രക്ഷിക്കാൻ പറയേ. കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നുന്നു. ശരിയാണല്ലോ. വരൂ ഷീലു, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. നന്നായിരുന്നു അല്ലേ പത്തിലും? അത് കണ്ടോ, ആ സീലും പെൻഗ്വിൻസും ഇവരായിരുന്നു അന്ന് നമ്മുടെ ഭക്ഷണം അടിച്ചു മാറ്റി കൊണ്ടുപോയത്. ഹലോ നല്ലവരായ മനുഷ്യരെ, പ്ലീസ് എന്റെ കൂട്ടുകാരെ സഹായിക്കുമോ? പ്ലീസ് സഹായിക്കൂന്നേ. ഓഹോ, കള്ള ശിരോമണികളെ, ഇപ്പോഴെങ്കിലും മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നല്ലോ. ഞങ്ങളുടെ ഭക്ഷണം മുഴുവൻ കട്ട് തിന്നത് പോരാ, എന്നിട്ട് ഞങ്ങളോട് തന്നെ വന്ന് സഹായവും ചോദിക്കുന്നു അല്ലേ? എടുത്തോളൂ, എത്ര വേണേലും കഴിച്ചോളൂ. പക്ഷെ അവരെ രക്ഷപ്പെടുത്തൂ. നിങ്ങൾ പിടിച്ച മീനിനെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. തിരിച്ചെടുത്തോളൂ, തിരിച്ചെടുത്തോളൂ. പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ, പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ. ശരി ശരി, ഞങ്ങൾ സഹായിച്ചോളാം. കേക്ക് വലിയേട്ടാ, ഈ സീൽസിനെ വിട്ടേക്കരുതോ. അവറ്റകളെ കണ്ടിട്ട് പാവം തോന്നുന്നില്ലേ? എത്ര വിഷമിച്ചിരിക്കുന്നു. ഓഹോ, നിങ്ങൾ ഇവരെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. മാച്ച് കഴിയുന്നു, നിങ്ങളുടെ കാര്യവും കഴിയുന്നു. സ്ഥലത്തേക്ക് പോകൂ. ഇനി എനിക്ക് ഓടാൻ വയ്യ. ഈ മഞ്ഞിനകത്തൂടെ എങ്ങനെ സ്പീഡിൽ ഓടാൻ കഴിയുന്നേ? എനിക്ക് വയ്യ. ഇന്ന് നമ്മുടെ കഥ തീർന്നത് തന്നെ. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്കേക്ക് ഈ സ്കീസ് എവിടെന്നാ കിട്ടിയിരിക്കുന്നത്? വലിയേട്ടാ, ഈ സ്കീസ് നിങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നതാണ്? എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, നമ്മുടെ ബാക്ക് പാക്കിലെ സ്കീസ് ഉണ്ടായിരുന്നത്. എന്നെ വെറുതെ വിട്. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ എങ്ങനെ ഇടിക്കുന്നത്? ഞാൻ എന്താ ചെയ്തത്? സ്കീസിനെ കുറിച്ച് ഞങ്ങളോട് ആദ്യം എന്താ പറയാതിരുന്നത്? ഞങ്ങൾ ഓടി ഓടി തളർന്നു പോയില്ലേ? അവരടുത്തെത്താറായി. ഓടിക്കോ. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ ഒരു രസമുണ്ടാവുന്നത്. കോലാബാരൂദ്, ഇത്തവണ വേറെ ഒരു ഫ്ലേവർ കൊണ്ടുവരോ? പിടിച്ചോളൂ ബോസ്.
പത്ലു. ഇനിയിപ്പോ ഇവരുടെ കയ്യിലും ഗൺസ് ഉണ്ടോ? കൊന്നുകളയോ അവനെ, കൊന്നുകളയോ, എല്ലാവരെയും കൊന്നുകളയേ. ഓക്കെ ബോസ്. വേഗം രക്ഷപ്പെട്ടോ. ഇങ്ങോട്ടാ വരുന്നത്. എന്റെ പൈലറ്റിന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓ, എനിക്ക് തോന്നുന്നു അങ്കാരം നമ്മളെ കാണുന്നുണ്ടെന്നാ. മാത്രമല്ല ആ പ്ലെയിനിൽ നിന്ന് അവന്റെ ശബ്ദം നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്നെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ കരിച്ച് ചാമ്പലാക്കി കളയും. അങ്കാരാ! മോട്ടു പത്ലു ജോഡി വന്നുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. ബോസ്, അവർ സറണ്ടർ ആവാൻ വരുന്നെന്നാ തോന്നുന്നു. ചിങ്കം സാർ റെഡി. യെസ്, ഐ ആം കമ്മിങ്. വെരി ഗുഡ്. ഇതെന്താ, എഞ്ചിനിൽ തീ പിടിച്ചോ? മേടെ മേടെ, എഞ്ചിനിൽ തീ പിടിച്ചിരിക്കുന്നു. ഇല്ല, എന്റെ പ്ലെയിൻ, ഞാനിവരെ കൊന്നുകളയും. ഓഹോ, ശാന്തം ബോസ്, ശാന്തം. തീന്റെയും ഐസിന്റെയും സംഗമം കറക്റ്റ് ആയിട്ട് വെക്കൂ ബോസ്. കാരണം കാലാവസ്ഥ മോശമാ. എന്നിട്ട് കുറച്ച് സമയത്തിനകം എല്ലായിടത്തും ഇരുട്ടാകും. നാളെ നേരം വെളുത്താൽ ഉടനെ നമ്മുടെ ആൾക്കാര് അവരെ പിടിച്ചോണ്ട് വരുന്നതായിരിക്കും ബോസ്. നിങ്ങൾ വളരെ പരാക്രമികളാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം. അവൻ താമസിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം കണ്ടിട്ടേയില്ല. എനിക്കൊരു വാക്കു തരൂ മോട്ടു പത്ലു. എന്റെ സാബുവിനെയും തോബുവിനെയും തിരിച്ചു തരാമെന്ന്. ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു. സാബുവും ടോബുവും നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇതെന്റെ വാക്കാണ്. ഇതാണ് ആ മല. ഇതിന്റെ പുറകിൽ നിന്നാണ് അവരൊക്കെ വരുന്നത്. അതിനുശേഷം അവരെങ്ങോട്ടാ തിരിച്ചു പോണത് ഞങ്ങളിൽ നിന്ന് ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അതായത് അവര് വരുന്നത് പർവ്വതത്തിന്റെ തൊട്ട് പുറകിൽ നിന്നാണ്. ഒരുപക്ഷെ അവരിതിന്റെ പുറകിലാ താമസിക്കുന്നതെങ്കിൽ അകത്തേക്ക് കടക്കാനുള്ള ഗുഹയോ വഴിയോ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതല്ലേ ചങ്ങാതി? നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തി? സത്യസന്ധരായ കൂട്ടുകാരാകുമ്പം അവരുടെ കൂട്ടുകാരുടെ വിഷമം അവര് പറയാതെ തന്നെ കേൾക്കും അല്ലേ? ഈ പർവ്വതത്തിന്റെ അപ്പുറത്തെ വശത്ത് പോകാനുള്ള വഴി ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളുടെ പുറകെ വന്നാ മതി. വരൂ, ഫോളോ മീ. ഫോളോ മീ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും അപകടകരമായ ഭയാനകമായ വഴി ഞാൻ ഇതുവരെ കണ്ടിട്ടേ തന്നെയാ.
താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു വെരി മച്ച്. കൂട്ടുകാർക്ക് മാത്രമേ സമയത്തെത്തുവാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം. നിങ്ങളെല്ലാവരും അകത്ത് പൊക്കോളൂ, ഞാൻ ബാക്കിയുള്ളവരുടെ സഹായം ചോദിച്ചിട്ട് വരാം. അകത്തേക്ക് കേറ്. ദേ അങ്ങോട്ട് നോക്കൂ, ആ രണ്ട് എത്തികളായിരിക്കും സാബുവും ടോബുവും എന്ന് പറഞ്ഞത്. ഓ ചങ്ങുകളെ, ഇവരുടെ താവളം കണ്ടിട്ട് ഒരു ചെറിയ എയർപോർട്ട് പോലെ ഉണ്ടല്ലോ. അത് കണ്ടില്ലേ, നമ്മുടെ ഇൻവിസിബിൾ പ്ലെയിൻ. നിങ്ങൾക്ക് ഇൻവിസിബിൾ പ്ലെയിന്റെ ടെക്നോളജി ഒരു ചിപ്പിൽ അപ്ലോഡ് ചെയ്യാൻ എത്ര സമയമെടുക്കും? ഇനി എത്ര സമയം? ആ ടെക്നോളജി മുഴുവനുമായിട്ട് സാറിന്റെ പ്ലെയിനിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം. ആരാണോ ഈ ഇൻവിസിബിൾ പ്ലെയിൻ ഉണ്ടാക്കിയത്, അവർ ഇതിന്റെ ഡാറ്റ മുഴുവൻ സെക്യൂർ ആക്കി വെച്ചിരിക്കുക. അത് ക്രാക്ക് ഇനി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ കരിച്ച് ചാമ്പലാക്കി കളയും. ഒരിക്കലും മറക്കരുത്, എന്നെ നീ ദേഷ്യം പിടിപ്പിച്ചാൽ നീ കരിഞ്ഞ് ചാമ്പലായി പോവും. അല്ലല്ലല്ല അങ്കാര സാർ, ഞാൻ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കാം. 1 മണിക്കൂറിനുള്ളിൽ ശരിയാക്കി തരാം. ബോസ് തണക്കൂ, ബോസ് തണക്കൂ. തീയുടെ ഐസിന്റെ സംഗമം പാലിക്കൂ ബോസ്. സംഗമം ശാന്തമാവൂ, ശാന്തം. അങ്കാര സാർ, ഇത് കണ്ടോ? വെറും 60 മിനിറ്റ് കൊണ്ട് ഇത് മുഴുവൻ ഡൗൺലോഡ് ആവും. തീർച്ചയായും ആവും സാർ. ഈ അങ്കാര ശരിക്കും ഭയങ്കര അപകടകാരിയാണ്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമുക്ക് ആ ഡൗൺലോഡിംഗ് നിർത്തിയേ മതിയാകൂ. ഓയ് പത്ലു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നിർത്തിക്ക്. ഞാൻ അങ്കാരയുടെ ചൂട് കുറയ്ക്കാനുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഞങ്ങൾ അകത്തെങ്ങനെയാ വന്നേ? ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. വരൂ, ബോസിന്റെ അടുത്തേക്ക് വരൂ. ബോസ്, ബോസ് കണ്ടില്ലേ, ഈ മോട്ടുപത്തിൽ ഇവിടെയും എത്തിയിരിക്കുന്നു. വരൂ വരൂ എന്റെ സുഹൃത്തുക്കളെ, മോട്ടോവിന്റെയും പത്ലുവിന്റെയും ജോഡി ഇവിടം വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തിപ്പറ്റി? അകത്തേക്ക് വരാനുള്ള വഴി ആരാ പറഞ്ഞു തന്നത്? ഗേറ്റ് ആരാ തുറന്നത്? കോല ബാരൂദ് ഐസ് സ്റ്റിക്ക് കൊണ്ടുവാ. ചേട്ടാ, എനിക്ക് കറുത്ത ഐസ്ക്രീം വേണം, പിന്നെ പത്ലുവിന് ഓറഞ്ച്, പിന്നെ ചിങ്കം സാറിന്. സാറ് നിങ്ങൾക്ക് എന്താ വേണ്ടേ? കോല ബാരൂദ്, നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇവിടെ ഒരു പാർട്ടിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാ അകത്തെത്തി പറ്റിയതെന്ന് ആദ്യം എന്നോട് പറ. മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് തീയിൽ കൂടെ വേണമെങ്കിലും കടന്നു വരാം, ഭയങ്കര കൊടുങ്കാറ്റിലൂടെയും പറന്നു വരാം, സമുദ്രത്തിലൂടെ വഴിയുണ്ടാക്കിയും വരാം. മാത്രമല്ല, ഭൂമി പിളർന്നു വേണമെങ്കിലും വരാം. നദിയാണെങ്കിലും കുളമാണെങ്കിലും മലയാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും. ഇയാളുടെ വായടക്ക്, അല്ലെങ്കിൽ അങ്കാര എല്ലാവരെയും എരിച്ച് ചാമ്പലാക്കിയിടും. മോട്ടു പത്ലുവിന് ആർക്കും. എന്റെ മോട്ടു, മതി മതി. അങ്കാരക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. മതി. ശാന്തം, ശാന്തം, ശാന്തം. ആദ്യം എല്ലാ ഭർത്താവും കഴിച്ചിട്ട് ചൂടാവും ബോസ്. മോട്ടുവും പത്ലുവും എന്തും ചെയ്യും. എന്നാൽ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാം മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് പരസ്പരം അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. ഇന്ന് അവരുടെ സുഹൃത്ത് ബന്ധത്തിന്റെ പരീക്ഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് കാണാം. Watch India's largest kids library only on Jio Hotstar. Download the app now.